ടാറ്റയുടെ ചരിത്രം സൃഷ്ടിച്ച അപമാനത്തിന്റെ കഥ എത്ര പേർക്കറിയാം? 1999 ടാറ്റ മോട്ടോഴ്സ് ആദ്യ കാറായ ഇൻഡിക പുറത്തിറക്കി. തുടക്കത്തിൽ നല്ല കച്ചവടം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വിൽപ്പന താഴോട്ട് കുറയാൻ തുടങ്ങി. ഇത് കാരണം ടാറ്റ കമ്പനിയിലെ കാർ വിഭാഗത്തിനെ ഒരു ഡിവിഷനായി വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ടാറ്റയുടെ ഓണറായ രത്തൻ ടാറ്റ ഫോർഡിനെ സമീപിച്ചു. ഇത് കേട്ട ഫോർഡിന്റെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് കാറുകൾ നിർമ്മിക്കാൻ അറിയില്ല, ഞങ്ങൾ വാങ്ങുന്നത് കൊണ്ട് നിങ്ങൾ ഞങ്ങളോട് നന്ദി പറയണം. പ്രതീക്ഷയോട് പോയ രത്തൻ ടാറ്റ ഒന്നും പറയാതെ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു മടങ്ങി. പക്ഷെ അവിടെ നിന്നാണ് ടാറ്റയുടെ പ്രതികാരവും തുടങ്ങിയത്. 2008 ഫോർഡ് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. അവരോടൊപ്പം 2 ലക്ഷറി ബ്രാൻഡുകളായ ജാഗ്വറും ലാൻഡ് റോവറും വിൽക്കേണ്ട സാഹചര്യമുണ്ടായി. അന്ന് ടാറ്റ ഗ്രൂപ്പ് അതേ ഫോർഡിനെ സമീപിച്ചു. വിപണി അവകാശപ്പെടാതെ നഷ്ടമുണ്ടാക്കുന്ന ഈ 2 ബ്രാൻഡുകളെയും രത്തൻ ടാറ്റ സ്വന്തമാക്കി. അന്ന് അദ്ദേഹം ഈ കാറുകൾ വാങ്ങാൻ വേണ്ടി $2.3 ബില്യൺ ചിലവാക്കിയത്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മണി ഏകദേശം 18,000 കോടിക്ക് മുകളിൽ. ടാറ്റ ജാഗ്വറിനെയും ലാൻഡ് റോവറിനെയും നഷ്ടകരമായ ബ്രാൻഡുകളിൽ നിന്ന് ലാഭകരമായ ആഗോള തലത്തിൽ പ്രമുഖമായ ബ്രാൻഡുകളാക്കി മാറ്റി. ടാറ്റ ഗ്രൂപ്പിന്റെ മാനേജറിന്റെ കഴിവ് ലോകം ഏറ്റുപറഞ്ഞു. ഇന്ത്യയുടെ കാർ നിർമ്മാണം ലോകത്തെത്തി. ഇന്നത്തെ ടാറ്റ മോട്ടോഴ്സ് ആഗോളമായി അറിയപ്പെടുന്ന ശക്തിയാണ്. അപമാനം കിട്ടിയപ്പോൾ പിന്തിരിയാതെ പ്രതികാരം സ്വീകരിച്ച ടാറ്റയാണ് നിങ്ങൾക്കിഷ്ടം അതോ ഫോർഡിനെയാണോ നിങ്ങൾക്കിഷ്ടമെന്ന് കമന്റ് ചെയ്യും. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കല്ല്.